ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഫ്ലവർ ആട്ടോ. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു ഗ്ലൂ വേണം കേട്ടോ. അപ്പോൾ ഗ്ലൂ ഫെവിക്കോളാണ് കേട്ടോ. ഒരു പെൻസിലും ഒരു കത്രിക നമുക്ക് വേണം. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഒരു ഗ്ലാസ് പ്രത്യേകമായിട്ട് വേണം കേട്ടോ. പിന്നെ നമുക്ക് 2 പേപ്പറും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. A4 ഷീറ്റോ അല്ലെങ്കിൽ കളർ പേപ്പർ ഞാൻ യൂസ് ചെയ്യാം. ഞാൻ റെഡും യെല്ലോ ആണ് കോംബോ ആയിട്ട് എടുത്തിട്ടുള്ളത്. എനിക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു സൈഡ് ഭാഗം എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് മടക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഞാൻ ചെയ്ത് അടിപൊളിയായിട്ട് ഫ്ലവർ കിട്ടും. യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ അത്. ഓക്കെ, നമ്മൾ അങ്ങോട്ടും എഡ്ജസൊക്കെ കറക്റ്റായിരിക്കണം. അപ്പോൾ ഞാൻ അതുപോലെ അങ്ങോട്ടും ഞാൻ മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും മടക്കിയിട്ടുണ്ട്. എന്നിട്ട് മടക്കിയതിന് ശേഷം എഡ്ജസൊക്കെ ഒന്ന് കറക്റ്റായതിന് ശേഷം ഒരു ഗ്ലാസ് എടുക്കാം കേട്ടോ. ഗ്ലാസ് എടുത്തതിന് ശേഷം ഒരു പെൻസിൽ എടുത്തിട്ട് അതിന് ചുറ്റോരം വരച്ചിടട്ടോ. എന്നാലും നമുക്കൊരു ഏത് അളവിലാണ് വേണ്ടതെന്ന് ആ ഗ്ലാസിൻ്റെ അളവിൽ കിട്ടും കേട്ടോ. വരച്ചിട്ടില്ലെങ്കിൽ എഡ്ജസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും, സർക്കിൾസ് അങ്ങനെ മാറിപ്പോവും. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം കേട്ടോ. ഞാൻ എളുപ്പമായിട്ട് ഇങ്ങനെ വരച്ചതെന്നുള്ളൂ. പിന്നെ അതിന് ചുറ്റോരം നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നന്നായി എല്ലാ ഭാഗത്തും കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തെറ്റിയിട്ടുണ്ട്, എന്നാലും പ്രശ്നമൊന്നുമില്ല. നല്ല വൃത്തിയിൽ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഫ്ലവർ ലാസ്റ്റത്തെ വീട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിപ്പായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ടാവാത്ത കുറച്ച് ഭാഗങ്ങളുണ്ടാവും. അപ്പോൾ കട്ടാവാത്ത ഭാഗങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചില ഭാഗമൊക്കെ ഇങ്ങനെ നയിച്ചുണ്ട്. ഓക്കെ, കണ്ടില്ല, ജസ്റ്റ് ഭാഗം ഒരുമിച്ച് ഞാൻ കൂട്ടിച്ചേർത്തിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് ശരിയാണെന്ന് ആദ്യം നോക്കണം. അത് നമ്മൾ ഉണ്ടാക്കിയ ശേഷം വീണ്ടും വരും. പിന്നെ നിങ്ങൾക്ക് ഫുള്ളായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും അതുപോലെ ചെയ്യണം കേട്ടോ. അതിന് ഒരു പേപ്പറും നമുക്ക് കോമ്പായിട്ട് എടുക്കാൻ ഇഷ്ടമുള്ള രീതി എടുക്കാം. ഒരു പേപ്പർ അത് അവിടെ സ്റ്റിക്ക് ചെയ്തിട്ട് കൊടുക്കാം. അതിൻ്റെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ചെറിയ അറ്റഭാഗം പേപ്പറിൻ്റെ ഭാഗം മാത്രം കേട്ടോ, ഗ്ലാസിൻ്റെ ഉള്ളുഭാഗം ആക്കരുത്. പേപ്പറിൻ്റെ ആ സൈഡ് ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് പശ തേച്ചിട്ട് അവിടെ നിന്ന് സ്റ്റിക്ക് ആവാം കേട്ടോ, സ്റ്റിക്കിങ് ആവാം. പിന്നെ ഫസ്റ്റത്തെ ഭാഗം മാത്രം ഗ്ലാസിൻ്റെ ഭാഗം പശ തേക്കരുത് കേട്ടോ. അങ്ങനെ തേച്ചാൽ ഒട്ടിപ്പോവും, പിന്നെ നമുക്ക് കിട്ടില്ല. അങ്ങനെ ചുറ്റോറ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഭാഗം വല്ലാണോന്ന് എടുത്തിട്ടില്ല, എന്നാലും എനിക്ക് മനസ്സിലാവുന്ന രീതി ഞാൻ എടുത്തിട്ടുണ്ട്. ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലവർ ഇങ്ങോട്ട് ഉണ്ടാക്കി തയ്യാറാവും കേട്ടോ. അപ്പോൾ ഞാൻ സൈഡ് ഭാഗം നന്നായി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രോസസ്സ് എല്ലാ ഭാഗത്തു നിന്ന് പശ തേച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. കണ്ടത് ഞാൻ എല്ലാ ഭാഗത്തും ജസ്റ്റ് ഒന്ന് പശ തേച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി ഒന്ന് പശ തേച്ചിട്ട് ഒരു മഞ്ഞ പേപ്പർ എടുക്കുന്നുണ്ട്. മഞ്ഞോ റെഡോ, മഞ്ഞ തന്നെയാവും ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ മഞ്ഞ എടുത്തിട്ട് അവിടെ നിന്ന് സ്റ്റിക്കാക്കാം. ഈ ഭാഗം ഗ്ലാസിൻ്റെ ഗ്ലാസിൻ്റെ സൈഡ് ഭാഗത്തായാലും ഒട്ടിപ്പോവും. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഭാഗം മുതൽ നമുക്ക് ആ പേപ്പറിൽ തന്നെ ഒട്ടിക്കാം കേട്ടോ. പിന്നെ എല്ലാ ഭാഗവും ഞാൻ നന്നായി ഒന്ന് സ്റ്റിക്കാക്കി കൊടുക്കുന്നുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഞാൻ വീണ്ടും ഒട്ടിച്ചെടുക്കേണ്ടത് ഫൈനൽ ടച്ചാണ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇത് എടുക്കാൻ പോവാണ്. ഞാൻ എടുത്ത് ക്യൂട്ടായിട്ടുള്ള ഫ്ലവർ നമ്മൾ റെഡി ആയി. ഞാൻ പറഞ്ഞില്ല, നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ നമ്മൾ നല്ലൊരു അടിപൊളിയായിട്ടൊരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ ഇനി ഒരുപാട് വീഡിയോസ് ഇടണോ എന്നൊക്കെ പറയണം. നല്ല അടിപൊളിയായിട്ടൊരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ്. ബൈ ബൈ, അസ്സലാമു അലൈക്കും.